നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് അവസാനിക്കുന്നില്ല. ദിനംപ്രതി നിരവധി പേരാണ് കോൺഗ്രസിൽ നിന്നും മനം മടുത്ത് ബി.ജെ.പിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എത്തുന്നത്. മാറുന്ന കാലത്തിന്റെ സൂചന കൂടിയാണിത്. ഇപ്പോൾ ഡൽഹിയിൽ ആപ്പിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള നിരവധി പേർ ബി.ജെ.പിയിൽ ചേർന്നു എന്ന ശുഭകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ മാസങ്ങളിലായി കൂട്ടത്തോടെ 14ഓളം MLA-മാരാണ് കോൺഗ്രസ് പാർട്ടി വിട്ട് ബി.ജെ.പിക്കൊപ്പം ചേർന്നതും. അതും നമ്മൾ കണ്ടതാണ്. ആം ആദ്മി പാർട്ടി നേതാവും മുൻ കൗൺസിലറുമായ ശ്രാവൺ ദീക്ഷിത്, കോൺഗ്രസ് നേതാവും മുൻ കൗൺസിലറുമായ സുശീൽ തിവാരി എന്നിവരാണ് പാർട്ടിയുടെ വിവിധ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കുമൊപ്പം ബി.ജെ.പിയിൽ ചേർന്നത്. ബി.ജെ.പി ഡൽഹി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവ, ഈസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലം ബി.ജെ.പി സ്ഥാനാർത്ഥി ഹർഷിത് മൽഹോത്ര എന്നിവർ ചേർന്ന് ഇവരെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്തു. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച സംസ്ഥാന പ്രസിഡന്റ് 3 MLA-മാരും പ്രമുഖരായ ആപ്പ് നേതാക്കളും പ്രവർത്തകരും കഴിഞ്ഞ ആഴ്ച ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. അതേസമയം അരവിന്ദ് കെജ്രിവാൾ അഴിമതിയുടെ വൻ മതിലായി മാറിയിരിക്കുകയാണെന്ന് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. എന്നാൽ എല്ലാ അഴിമതിക്കാരെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തോടെ ജനങ്ങൾ തുടച്ചു നീക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതി നടത്തി പണം സമ്പാദിക്കുകയാണെന്ന് കേജ്രിവാളിന്റെ ലക്ഷ്യം. അവരുടെ നയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മുറുകെ പിടിക്കാനാണ് കേജ്രിവാൾ സഖ്യം ഉണ്ടാക്കിയതെന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചത്. എന്നാൽ ഇന്ന് സത്യം പുറത്തായിരിക്കുന്നു. ഒരുമിച്ച് ജയിലിൽ പോകുന്നത് എങ്ങനെയെങ്കിലും തടയാനാണ് അവർ സഖ്യം രൂപീകരിച്ചത്. ജയിലിൽ പോകുമെന്ന് അറിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടിയും ഭയന്നു. ജയിലിൽ എത്തിയ ശേഷം വേഗത്തിൽ പുറത്തിറങ്ങുന്നതിനായി കേജ്രിവാൾ ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തുന്നതിനായി പ്രമേഹം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു, വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇനി ഇത്തരം കള്ളത്തരങ്ങളൊന്നും ജനങ്ങൾ വഴിവെക്കില്ല. അവർക്ക് സത്യം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയ കുംഭകോണം നിസ്സാരമായി കണക്കാക്കാൻ കഴിയില്ല. അഴിമതിയുടെ ഒരു വൻ മതിലായി കേജ്രിവാൾ മാറിയതിന്റെ തെളിവാണിത്. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അവസ്ഥയും ഇത് തന്നെയാണ്. ഇത്തരത്തിലുള്ള അഴിമതികൾ ഇനിയും ഉണ്ടാകുമെന്നും എന്നാൽ അതിനുള്ള അവസരം ജനങ്ങൾ നൽകാതെ ശ്രദ്ധിക്കണമെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ കൂട്ടിച്ചേർത്തു.